ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കൂവയെക്കുറിച്ചാണ്. വെള്ളക്കൂവനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഇത് ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഇതിന്ന് ഇല്ലാണ്ടായും കൊണ്ടാണ് വരുന്നത് നാട്ടിൽ നിന്ന്. പണ്ടത്തെ കാലത്തുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അയലക്കത്തായാലും പരിസരങ്ങളിൽ അവിടെ ഇവിടെ ഒക്കെ ഇതിനെ കാണാറുണ്ട്. ഇപ്പോൾ അത് കാണാനൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ കൂവ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കിഴങ്ങ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴുങ്ങി തിന്നാം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞും കാഞ്ഞ് ഉണക്കി ഇതാക്കിയും കഴിഞ്ഞതിൻ്റെ പൊടി എടുത്തും കാഞ്ഞ് പണ്ട് കൊച്ചങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുത്തത് ഈ വെള്ളക്കൂവര അതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കൂവനെ കുറിച്ചും കാഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇന്നത്തെ തലമുറ എന്തായാലും ഇപ്പോൾ കൂവൊക്കെ പുഴുങ്ങി കഴിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല. നമുക്ക് അവരോട് അങ്ങനത്തെ ഇതൊന്നുമില്ല. കാരണം പിള്ളേരുകൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാന്നൊക്കെ പറയുള്ളൂ. അപ്പം എന്തായാലും അവർ അറിഞ്ഞിരിക്കട്ടെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വെള്ളക്കൂവ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കട്ടെ. അടുത്തതിൻ്റെ കിഴങ്ങുണ്ട്, അതും കൂടി ഒന്ന് കാണിക്കാടാ.